സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. കാഹളത്തിൻ ധ്വനി മുഴങ്ങും ആത്മമണവാളൻ വെളിപ്പെടുമ്പോ ക്രിസ്തുവിൽ നിദ്രയിൽ ആയവരേവരും പറന്നുയരും ക്ഷണത്തിൽ. കാഹളത്തിൻ ധ്വനി മുഴങ്ങും ആത്മമണവാളൻ വെളിപ്പെടുമ്പോ ക്രിസ്തുവിൽ നിദ്രയിൽ ആയവരേവരും പറന്നുയരും ക്ഷണത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനേ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ കണ്ടിടും മറുവിലയാ തന്നവനേ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. പ്രിയരെ ആ ദിനത്തിൽ. ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ. ആത്മനിറവിൽ സാമീപ്യത്താ നടത്തിടുമതിശയമാ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനേ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. കാഹളത്തിൻ ധ്വനി മുഴങ്ങും ആത്മമണവാളൻ വെളിപ്പെടുമ്പോ ക്രിസ്തുവിൽ നിദ്രയിൽ ആയവരേവരും പറന്നുയരും ക്ഷണത്തിൽ. കാഹളത്തിൻ ധ്വനി മുഴങ്ങും ആത്മമണവാളൻ വെളിപ്പെടുമ്പോ ക്രിസ്തുവിൽ നിദ്രയിൽ ആയവരേവരും പറന്നുയരും ക്ഷണത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനേ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ
സെമിത്തേരിൽ വെച്ചുള്ള ശുശ്രൂഷയെ ആരംഭിക്കുവാൻ പോവുകയാണ്. പാസ്റ്റർ പി. എച്ച്. ചാക്കോയിൽ പ്രാർത്ഥന. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. നീ ഭൂമിയെയും ഭൂമിയെ നിർമ്മിച്ചതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. മർത്തിനെ നീ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അള്ളി ചെയ്യുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ പിതാവിൻ്റെ സംസ്കാരത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ശുശ്രൂഷയ്ക്കായി സെമിത്തേരിയിൽ ക്ഷമത്തോടെ വന്നു ചേരുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. വളരെ ഭക്തിയോടുകൂടെ ദൈവാശ്രയത്തോടുകൂടെ ഏറെ പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷ തുറന്നു പ്രവർത്തിപ്പാർന്ന കോണം നിന്റെ ഭക്തന്മാരെ വിശിഷ്യാൽ കരങ്ങൾ ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സഹോദര കുടുംബങ്ങളെയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബഥാനിയിലെ ഭവനത്തിൽ ചെന്ന് ദുഃഖാർത്ഥരായ ആ സഹോദരിമാരെ ആശ്വസിപ്പിച്ച കർത്താവ് തന്നെ ഇവിടെ കടന്നു വന്ന് വേർപാട് ദുഃഖം അനുഭവിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി പ്രത്യാശ കൊണ്ട് അവിടെ ഹൃദയത്തെ നിറച്ചു കൊള്ളണം. പുത്രനെ മഹത്വപ്പെടുത്തേണം. തുടർ ശുശ്രൂഷ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടെ നിത്യവിശ്രമത്തിലേക്ക് ചേർക്കപ്പെട്ട വാത്സല്യ പിതാവിൻ്റെ വേർപാടിൻ്റെ സമയം മുതൽ ഭവനത്തിൽ ദൈവദാസന്മാരെ അയക്കുകയും ദുഃഖിതർക്ക് ആശ്വാസം ലഭിക്കുന്ന പ്രത്യാശയെ പുതുക്കുന്ന സന്ദേശങ്ങൾ അവിടെ നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് പ്രഭാതം മുതൽ ആ ഭവനത്തിൽ നടന്ന ശുശ്രൂഷയിലും അനേക ദൈവദാസന്മാർ വരികയും ആശ്വാസവചനങ്ങളും പ്രത്യാശയുടെ വാക്കുകളും സംസാരിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചവർക്ക് അത് ആശ്വാസവും സന്തോഷവുമായി തീർന്നു എന്നുള്ളത് നാം അറിയുന്നു. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതിക ശരീരവുമായി നാം സെമിത്തേരിയിൽ പതിയാർന്നിരിക്കുകയാണ്. ഇനിയും നമുക്ക് വാത്സല്യ പിതാവിന് വേണ്ടി ചെയ്യുവാനുള്ള ശുശ്രൂഷ എന്നുള്ളത് വിശുദ്ധന്മാർക്ക് ഉചിതമായ വിധത്തിൽ ഈ സെമിത്തേരിയിൽ ഈ കബറിടത്തിൽ ഈ ഭൗതിക ശരീരം സംസ്കരിക്കുക എന്നുള്ളതാണ്. ഈ സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ മതിയായ
ചില വേദഭാഗങ്ങൾ കൂടെ ദൈവദാസന്മാരെ മാറി മാറി വായിക്കുവാൻ ഓർപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും 35 മുതൽ 58 വരെയുള്ള വാക്യങ്ങളും ദൈവദാസന്മാർ വായിച്ച് സഹകരിക്കുവാൻ ഓർപ്പിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകും. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വേർപാടും വിശുദ്ധിയും പാലിച്ച് ഈ ലോകത്തിൽ തന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും താൻ വിശ്വസിച്ച സത്യത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിച്ച പിതാവിനെ തന്റെ ഓട്ടം തികഞ്ഞപ്പോൾ നിത്യവിശ്രമത്തിലേക്ക് ചേർക്കുവാൻ സ്വർഗസ്ഥ പിതാവിന് പ്രസാദം തോന്നി. തന്റെ വേദനകളിൽ നിന്ന് ഒഴിഞ്ഞ്, കഷ്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഇമ്പക്കിട്ട പ്രതീസായി ആശ്വാസ സ്ഥലത്ത് താൻ വിശ്രാമം പ്രാപിച്ചു. ഇപ്പോൾ നമ്മുടെ നടുവിൽ തന്റെ ഭൗതിക ശരീരം മാത്രമേ ഉള്ളൂ. ഈ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഒരു ഉറപ്പുണ്ട്. ഒരു ദിവസം വരുന്നു, നാം ഇവിടെ വായിച്ച് കേട്ടതുപോലെ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും തേജസ്സുള്ള ശരീരത്തിൽ തേജസ്സേറിയ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയപിതാവിന്റെ ശരീരം ഇന്ന് താഴ്ചയുള്ളതാണ്, ദ്രവത്വമുള്ളതാണ്, അപമാനമുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ നാം ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ ഒരു ദിവസം വരുന്നു, അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നമ്മുടെ കർത്താവ് എത്രമാത്രം സൗന്ദര്യപൂർണനായിരിക്കുന്നു, അതുപോലെ തന്നെ സൗന്ദര്യപൂർണതയിൽ വാത്സല്യ പിതാവിനെ നമുക്ക് അക്കരെ നാട്ടിൽ ഒരുമിച്ച് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അവിടെ കണ്ണുനീരില്ല, അവിടെ മുറവിളിയില്ല, അവിടെ ദുഃഖമില്ല, അവിടെ വേർപാടില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഇവിടെ നാം കർത്താവിൽ നിന്ന് അകന്ന് അന്യരും പരദേശികളുമായി ഇവിടെ പാർക്കുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒരു ദിവസം നാം എല്ലാവരും അക്കരെ നാട്ടിൽ നമ്മുടെ കർത്താവിനോടുകൂടെ എന്നുമെന്നും വാഴുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു ദിവസം വരുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരായി ഒരുക്കും, ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടും. രണ്ടു കൂട്ടർ ഒരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എന്നും എന്നും കർത്താവിനോടുകൂടെ വാഴും. ആ മനോഹര ദിവസത്തെ കുറിച്ച് പ്രതീക്ഷയുടെ എല്ലാ ദൈവമക്കൾക്കും ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വാത്സല്യ പിതാവിനോട് നമുക്ക് പറയാം, പോയിക്കൊള്ളുക, നാം അക്കരെ നാട്ടിൽ വയ്യൂരായുടെ തീരത്ത് ഒരുമിച്ച് കാണും.